ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. 2026 ജാനുവരി 1 ഗുരുവായൂർ ഭജന ഇരിക്കാനായി തീരുമാനിച്ചു. ഡിസംബർ 31, അതായത് ബുധനാഴ്ച രാത്രി 1:30 മണിക്ക് ഭഗവാനെ തൊഴാനുള്ള ക്യൂവിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ദർശനം കിട്ടിയത് വ്യാഴാഴ്ച രാവിലെ 10:30-ക്കും 11 മണിക്കും ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഭജന ഇരിക്കുന്നവർ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ടല്ലോ. അതായത് വെളുപ്പിന് നിർമ്മാല്യം മുതലെയുള്ള എല്ലാ പൂജകളും തൊഴണം. തൃപ്പുക വരെ, അതായത് രാത്രി ശീവേലി വരെ അമ്പലത്തിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടണം. ഇങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം അത്ര ജനത്തിരക്കായിരുന്നു. ചില ചാനലുകളിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് ചില വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഭക്തന്മാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായതായും ഭക്തന്മാർ ബാരിക്കേഡുകൾ തകർത്ത് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതായും ഒക്കെ ചില ചാനലുകളിൽ വാർത്ത വന്നിരുന്നു. അതൊക്കെ സത്യം തന്നെയായിരുന്നു. കാരണം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്കും ജനങ്ങളായിരുന്നു അന്ന് ആ ജനുവരി 21 ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തിയത്. അന്ന് രോഹിണി നക്ഷത്രവും വ്യാഴാഴ്ചയും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ശ്രീകോവിലിനുള്ളിലേക്ക് കടത്തിവിടാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു പരിധിയുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് കടത്തിവിട്ടാൽ തന്നെയും പിന്നെയും ഉന്തും തള്ളുമായി വലിയ അപകടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അവർ സമാധാനം പറയണ്ടേ. അതുകൊണ്ട് വളരെ കുറച്ച് ഭക്തന്മാരെ കയറ്റി വിട്ടിരുന്നുള്ളൂ. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, രാവിലെ 6 മണിക്ക് ശേഷം 3 VIP അവിടെ തൊഴാനായിട്ട് എത്തിയിരുന്നു. ഇവർ 3 പേരും 3 സമയത്താണ് വന്നത്. ഒന്ന് സുരേഷ് ഗോപി, പിന്നീട് രമേശ് ചെന്നിത്തല, പിന്നെ ജയറാം പാർവതി, ഇങ്ങനെ 3 പേര്. അപ്പോൾ ഇവർ ഓരോരുത്തരും വരുന്ന സമയത്ത് ഒരു അരമണിക്കൂറല്ല, ഒരു 3/4 മണിക്കൂറോളം, ഏകദേശം 10-50 മിനിറ്റോളം സാധാരണക്കാരായ ഭക്തന്മാരെ അവർ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഒരു 2.5-2.25 മണിക്കൂർ അങ്ങ് പോയി. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു അവിടെ പ്രശ്നങ്ങളുണ്ടായത്. തലേ ദിവസം, അതായത് ബുധനാഴ്ച രാത്രി 12 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം എന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ തൊഴാതെ തിരിച്ചു പോയി. പിന്നെ കുറേ പേരൊക്കെ തളർന്ന് വീണു. ആംബുലൻസ് വരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. കുറേ ആൾക്കാർ തിരിച്ചു പോയി ഭഗവാനെ കാണാൻ സാധിക്കാതെ. പിറ്റേന്ന് നേരം വെളുക്കുന്നതുവരെയും കാത്തു നിന്നതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് വിഷമമുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഒരു 18 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയും അതിൻ്റെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ഞാനിവളെ ശ്രദ്ധിക്കാൻ കാരണം, ഒരു കെട്ട് മയിൽപ്പീലിയുമായിട്ട് തലേ ദിവസം ബുധനാഴ്ച രാത്രി 12 മണി മുതൽ ഈ കുട്ടി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ മയിൽപ്പീലി ഒരു കെട്ടുണ്ടായിരുന്നു, കുറേ മയിൽപ്പീലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ക്യൂ കോംപ്ലക്സിലേക്ക് കടക്കുന്ന സമയത്ത് ഈ കുട്ടി എങ്ങനെയോ പുറകിലായി. അത് എൻ്റെ ഒപ്പം എത്തിയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു പോകാനുള്ള, അതായത് വ്യാഴാഴ്ച രാവിലെ 10 മണി കഴിഞ്ഞിട്ട് അതിന് തിരിച്ചു പോകാനുള്ളൊരു സമയമായപ്പോൾ ആ കുട്ടിക്ക് ആകെ വിഷമമായി. അതെന്തൊക്കെയോ അവിടെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു. അതായത് ഭഗവാനെ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമമായിരുന്നു. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിൻ്റെ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ കണ്ണനില്ല, നമുക്ക് തിരിച്ചു പോകാം എന്ന് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അത് പ്രകാരം 2 പേരും കൂടി ക്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഇത് കണ്ടപ്പോൾ ഈ കുട്ടി പീലിയും കൊണ്ട് നിൽക്കുന്ന തലേദിവസം മുതലേ ഞാൻ കാണുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ കുട്ടി പോകുന്ന സമയത്ത് ഇതിൻ്റെ കയ്യിൽ പിടിച്ചു, കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമിക്കാനായിട്ട്. പക്ഷെ അവൾ ഒന്നും പറയാതെ അങ്ങ് പോയി. ആ പീലിയും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. ഞാൻ ഭഗവാനോട് ചോദിക്കുകയായിരുന്നു, ഇതെന്തൊരു ലീലയാണ് ഭഗവാനെ ആ കുട്ടിയോട് കാണിച്ചത്. ചിലപ്പം ഒരുപക്ഷെ അവളുടെ ആ ഒരു ഭക്തി, അല്ലെങ്കിൽ അവൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു ലീല ഭഗവാൻ കാണിച്ചത്. എനിക്ക് ഭജന ഇരിക്കാൻ സാധിക്കാത്തതിലുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. വിഷമമെന്ന് വെച്ചാൽ ഒരു 50% വിഷമം. ബാക്കി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഭജന ഇരിക്കുന്നതിനായിട്ട് വ്രതമെടുക്കുന്ന സമയം ഞാനൊരു സ്വപ്നം കണ്ടു. അതായത് എൻ്റെ ഭജന മുടങ്ങിയതായിട്ട് സ്വപ്നം കണ്ടു. നേരത്തെയും പല സ്വപ്നങ്ങൾ കാണുകയും അതൊക്കെ ഫലിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതും ഭഗവാൻ എന്തോ മുന്നറിയിപ്പ് തന്നതാണ് എന്നൊരു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഭജനം നടക്കുമോ നടക്കില്ല, എന്തെങ്കിലും തടസ്സം വരുമോ, ഇങ്ങനെ വലിയൊരു സംശയം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയായിരുന്നു. സത്യത്തിൽ ആ സ്വപ്നത്തിൽ കണ്ടത് തന്നെ അവസാനം യാഥാർത്ഥ്യമായി മാറുകയും ചെയ്തു. പിന്നീട് 10:30 മണിക്ക് ശേഷം 10:11 മണിക്കാണ് എനിക്ക് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. ഫ്ലൈ ഓവറിലൂടെ താഴേക്ക് വരുമ്പോൾ ഞാൻ
ഭഗവാനോട് ചോദിക്കുകയായിരുന്നു, ഇത്രയും സമയം കാത്ത് നിൽക്കുകയായിരുന്നല്ലോ ഭഗവാനെ, നല്ലപോലെ ഒന്ന് കാണാൻ സാധിക്കണേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. സത്യത്തിൽ ഭഗവാൻ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഗുരുവായൂർ പോയപ്പോഴുണ്ടായ ആ ഒരു അനുഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അനുഭവം തന്നെയാണ് ഇത്തവണയുണ്ടായത്. ഞാൻ ആ ഭഗവാന്റെ മുന്നിലെത്തുന്ന സമയത്ത് എൻ്റെ മുന്നിൽ നിന്ന്, അതായത് ഞാൻ വലത് സൈഡിലെ ക്യൂവിലൂടെ കയറിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചു മാറ്റാനായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ, അയാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വേറൊരു സെക്യൂരിറ്റി ഗാർഡ് എന്തോ ഒരു പേപ്പർ കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം അത് പേപ്പർ വാങ്ങി നോക്കിയിട്ട് എന്തോ ഒരു വാക്ക് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് ആ ഒരു 2-3 സെക്കൻഡ് സമയത്തേക്ക് എനിക്ക് ആ ഭഗവാനെ അവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ സാധിച്ചു. നിലവിളക്കിൻ്റെ പ്രഭയിൽ രക്തം പോലെ തിളങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ. സത്യത്തിൽ ആ ഒരു രൂപം ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒടുവിൽ അമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ദേവസ്വം ബോർഡ് ബുക്ക് സ്റ്റാളുണ്ടല്ലോ, അതായത് കിഴക്കേ നടയുടെ ഫ്രണ്ടിലായിട്ട് ആ സ്റ്റെപ്പിലിരുന്നിട്ട് ഞാൻ ഭഗവാന്റെ നടയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു പെൺകുട്ടി എൻ്റെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ പ്രസാദത്തിൻ്റെ കുറേ റെസിപ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, ഈ പ്രസാദങ്ങളൊക്കെ ഒന്ന് വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ എന്താ വാങ്ങാത്തത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതൊന്നും എൻ്റെ ബാഗിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് ഞാൻ ബാഗ് ശ്രദ്ധിച്ചത്. ഒരു കറുത്ത ബാഗ് അത് ബാക്കിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു സിബ് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആ ബാഗിനകത്ത് ഈ പ്രസാദം വയ്ക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ റെസിപ്റ്റ് ആക്കിയത്, എത്ര രൂപയാണ് പോയത്? അപ്പോൾ പറഞ്ഞു, അത് സാരമില്ല ചേച്ചി, പ്രസാദങ്ങളെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞു. ഭഗവാന്റെ പ്രസാദമല്ലേ. ഞാൻ ഉടനെ തന്നെ ആ റെസിപ്റ്റ് കയ്യിൽ വാങ്ങി നോക്കിയപ്പോൾ 5 റെസിപ്റ്റ് ഉണ്ടായിരുന്നു. പാൽപ്പായസം, ത്രിമധുരം, വെണ്ണ, പാൽ, പഞ്ചസാര, പഴം, പിന്നെ അഴൽ നിവേദ്യം, ഇങ്ങനെ കുറേ പ്രസാദങ്ങൾ. സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ഫ്രീ ആയിട്ട് ആ പാൽപ്പായസം കഴിച്ച് സമാധാനിക്കാനായിട്ട് ആ കുട്ടിയുടെ കൈ കൊടുത്തു വിട്ടതാണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ആ പ്രസാദങ്ങളെല്ലാം വാങ്ങിയായിരുന്നു. വൈകുന്നേരം ഇതുപോലെ അടിപ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴും അമ്പലത്തിനകത്ത് നിന്ന് പടിഞ്ഞാറേ നടയിൽ നിന്ന് ഒരു ഒത്തിരി പ്രായമുള്ളൊരു ആൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങ് വരൂ എന്ന് വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം കുറച്ച് വെണ്ണ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിളിച്ചു കൊടുക്കാൻ പാടില്ലെന്ന നിയമം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വെണ്ണയുമായി നിൽക്കുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഗുരുവായൂരപ്പൻ തന്ന ഒരു പ്രസാദമായിട്ടാണ് എനിക്കത് തോന്നിയത്. ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിന് അകത്തു നിന്നും ഇങ്ങനെ ഒരു വെണ്ണപ്രസാദം കിട്ടുന്നത്. ഇങ്ങനെ 2 അനുഭവങ്ങൾ. ഭഗവാൻ എൻ്റെ ആ മനസ്സിലെ വിഷമം മാറ്റിത്തന്നു. ഇനി അടുത്തൊരു ഭജനത്തിനായി കാത്തിരിക്കാമല്ലോ എന്ന് സമാധാനിച്ച് ഞാൻ തിരികെ പോന്നു. പറഞ്ഞ ഓരോ വാക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യമൂർത്തിയായ ആ ഭഗവാനെ ഒരിക്കൽ കൂടി മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഹരേ കൃഷ്ണ, സത്യം വരം ധീമഹി.